എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സോളാർ 2 എന്നാണ് ഇവിടെ എപ്പിസോഡ് 88. ഓക്കെ, എപ്പിസോഡിന്റെ ആദ്യം തന്നെ യുഹാവ് അവർ വിളിക്കാനായിട്ട് പോകുന്നു എന്ന് അവർക്ക് കേൾക്കുന്നില്ല. അങ്ങനെ നിൽക്കാൻ അങ്ങോട്ട് ഗോഡ്സ് ഓഫ് ലവ് വരുന്നതും അവർക്ക് യുഹാവിനെ കാണാൻ കഴിഞ്ഞത് കണ്ടിട്ട് ഇവിടെ എങ്ങനെയെന്ന് മനസ്സിലായില്ല. അവരോട് നിങ്ങൾക്ക് അറിയാലോ, യുഹാവയ്ക്ക് ഒരാളെ മാത്രമേ ലവ് ചെയ്യാൻ കഴിയൂ. നിങ്ങളുടെ ഡുവൽ ഫൈറ്റ് എന്താണ് ഇതുവരെ തുടങ്ങാത്ത എന്ന് പറഞ്ഞ് അവനെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് അവന് ടെൻഷനായിട്ട് നിർത്താനായിട്ട് പറയുമ്പോൾ ശരി, നിങ്ങളുടെ വാക്ക് കേൾക്കാം, എന്നാൽ ഒരാളെ ഡിഫീറ്റ് ചെയ്യണം എന്ന് അവർ പരസ്പരം മത്സരിച്ച് ഒരാൾ ജയിച്ചാൽ മാത്രമേ യുഹാവനെ കിട്ടൂ. അവൻ മരിക്കാൻ പോവുകയാണ് 3 സെക്കൻഡ് കഴിഞ്ഞ് എന്ന് പറഞ്ഞിട്ട് എണ്ണാനായിട്ട് തുടങ്ങി. 3, 2 എന്ന് പറയുമ്പോൾ തന്നെ ഗോഡ്സ് ഓഫ് ലവ് ടോട്ടലി ഈവിളായിട്ട് മാറിയത് കാണാം. അവനെ കൊല്ലാനായിട്ട് വരുമ്പോൾ വാങ്ങിക്കോർ നീ എന്താ തീരുമാനിച്ചു. അവന്റെ അവസ്ഥ കണ്ടിട്ട് അവള് സമ്മതിക്കണം. അങ്ങനെ അവര് പോയി തന്നിട്ട് പിന്നെ ഫൈറ്റിനായിട്ട് റെഡിയാക്കണം, നിന്നെ ഉറപ്പായി തോൽപ്പിക്കും എന്ന് രണ്ടുപേരും യുഹാവ് പറയുന്നുണ്ട് നിർത്താൻ. അതിനുശേഷം വാങ്ങിക്കോർ അവളുടെ ഡ്രാഗണും പാങ്ടോങ് അവളുടെ ബട്ടർഫ്ലൈ എടുത്തിട്ട് നേരെ മുകളിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ വെച്ച് അവരുടെ ഫൈറ്റ് അത് തുടങ്ങി. പാങ്ടോങ് ഹോത്തിൻ ഹാമർ യൂസ് ചെയ്യണോ ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ പോവുകയാണ്. വാങ്ങിക്കോറിന്റെ സ്പീയറിൽ വാങ്ടോങ്ങിന് കുത്തും ഏക്കുന്നു. നീ എന്താ മാറാത്തെന്ന്. ഇനി അവൾ ഇത് യുഹാവനെ സേവ് ചെയ്യാനാണ് എന്ന് കരുതി ഞാൻ തോറ്റുതിരിക്കുകയില്ല. ഈ കുത്തിയത് അവളുടെ മനസ്സിലെ യുഹാവനെ എങ്ങനെ രക്ഷിക്കണം എന്ന കോൺഫിഡന്റ് അത് വരുത്താനാണ് എന്ന് പറഞ്ഞ് പിന്നെ ചെല്ലുന്നു. അത് കുറച്ചു നേരം അവിടെ മലയുള്ളയൊക്കെ അടിച്ച് തീർപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെ ഫൈറ്റ് പോകുന്നുണ്ട്. അങ്ങനെ നിൽക്കുകയാണ്. വാങ്ടോങ്ങിന്റെ ഒരു സ്കില്ല് അതിലൂടെ ഒരുപാട് ബട്ടർഫ്ലൈകൾ വാങ്ടോറിന്റെ ബോഡിയിൽ വരുന്നത് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇത് അവൾ ശ്രദ്ധിച്ചില്ല. അവസാനം അടിച്ച് താഴെയിട്ടു. എങ്കിലും ഡ്രാഗൺ സ്കിൽ യൂസ് ചെയ്ത് നേരെ വരുന്നുണ്ട്. വാങ്ടോങ് എതിർക്കാനായിട്ട് വരുന്നു. അവന്റെ രണ്ടും കൂടി കൂട്ടിയിടിച്ച് അതവിടെ നടക്കുമ്പോൾ വാങ്ടോങ് അവളെ കൗണ്ടർ അറ്റാക്ക് അത് ചെയ്യണം. അങ്ങനെ നിൽക്കുകയാണ്. വാങ്ക്യൂറിന്റെ ഒരു സ്കില്ല് അതിൽ പിരിശായി പോയി. അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ആ സമയം വാങ്ക്യൂറിന്റെ സ്പീർ അത് നേരെ എറിയണം. വാങ്ടോങ് മുൻപ് യൂസ് ചെയ്ത സ്കില്ല് ആ എക്സ്പ്ലോഷൻ ചെയ്തു. അതോടെ അവളുടെ ബോഡി ഇപ്പോൾ പല ഭാഗത്തുണ്ടായിരുന്ന ബട്ടർഫ്ലൈ അതെല്ലാം കൂടി വന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതൊന്നും അവൾക്ക് തടയാൻ കഴിയുന്നില്ല, കാരണം വേറൊരു പേഴ്സൺ അല്ലല്ലോ. ഈ സമയം ആ സ്പീർ വന്ന് വാങ്ടോങ്ങിനെ തടയാൻ നോക്കി, എന്നാൽ കഴിഞ്ഞില്ല. നേരെ മലയിൽ ചെന്നടിച്ചിട്ട് തെറിച്ച് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് അവര് തളർന്ന് നിൽക്കുന്നതാണ്. അവിടെ മൊത്തം ബ്ലഡ് ആയുധം കാണും. വാങ്ടോങ് എഴുന്നേറ്റ് അവൾക്ക് നല്ല പരിക്കുപറ്റിയെങ്കിലും വാങ്ങിക്കോറ് വന്നപ്പോൾ പിന്നെ ചെല്ലുന്നുണ്ട്. പിന്നെ അവരുടെ ഫൈറ്റ് രണ്ടുപേരും സ്വന്തം ലവറിന് വേണ്ടി കീവപ്പ് ചെയ്യുന്നില്ല. ഈ സമയം യുഹാവ് ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് നിർത്താനായിട്ട് പറയണം. അവർ നിങ്ങളെ യൂസ് ചെയ്യണം. അത് കേട്ട് ഞാനും യൂസ് ചെയ്യണോ അവരുടെ ആഗ്രഹം അത് കാണിച്ചു കൊടുക്കണം. ഞാനാണ് ഗോഡ്സ് ഓഫ് ലവ്. അവരുടെ ലവിന് വേണ്ടിയുള്ള ചോയ്സ് അത് ഞാൻ കാരണം പുറത്തു വരുത്തി. ലവ് അതാണ് ഹ്യൂമന്റെ വീക്ക്നെസ്. ഇന്ന് ഒരാൾ മാത്രമേ ഈ ലവ് വാലിയിൽ നിന്ന് പുറത്തു പോകും. അതായിട്ട് യുഹവ നിങ്ങൾ ഗോഡ്സ് ഓഫ് ലവ് അല്ല, ഫീലിങ്സ് മാത്രമുള്ള ഒരു ഡീമനാണ്. അത് ചിരിച്ചിട്ട് ഡീമനോ എന്ന് പാസ്റ്റിൽ ഒരു കാര്യം കാണിക്കുന്നു. ഗോഡ്സ് ഓഫ് ലവിന്റെ ലവറായ ക്വിങ്ലാങ് ഗോഡായിട്ട് വന്നപ്പോൾ അതിന്റെ ഹാപ്പിയിൽ കെട്ടിപ്പിടിച്ചിരുന്ന ക്വിങ്ലാങ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗോഡ് കില്ലർ ഡാഗർ അത് യൂസ് ചെയ്ത് കുത്തുകയാണ്. അത് ഒട്ടും തന്നെ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. എല്ലാമായിരുന്ന സ്വന്തം ലവർ ഈ ചതി ചെയ്യുമെന്ന് കരുതിയില്ല. അതോടെ ലവ് എന്നതിനോടുള്ള അടങ്ങാത്ത വെറുപ്പ് ക്വിങ്ലാങ്ങിനോടുള്ള ദേഷ്യം കാരണം എൻഡ്ലെസ് ആയ ദേഷ്യം കൊണ്ട് കണ്ണോർന്ന് പറഞ്ഞ് വന്ന പ്രോപ്പറായിട്ട് ഇത് ഗോഡ്സ് ഓഫ് ലവ് അല്ല, പ്രതികാരത്തിന്റെ എക്സ്ട്രീമിലേക്ക് കയറിയ ഒരു ഈവിളാണ്. ഈ ലവ് അതെല്ലാം ഞാൻ ഇല്ലാതാക്കും, എല്ലാവരെയും ഞാൻ കൊല്ലും. ഒരാൾ സർവൈവ് ചെയ്യുമ്പോൾ ലവറിന് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ട ആ കാരണം അത് മറ്റുള്ളവരെ അനുഭവിക്കാനായിട്ട് വിടും. അതേപോലെ ചെയ്യും. അങ്ങനെ ലവ് വന്നത് പയ്യെ ഇല്ലാതാക്കും, വെറുപ്പിന്റെ അങ്ങേറ്റാക്കും എന്ന് പറഞ്ഞിരിക്കണം. യുഹാവ മാക്സിമം ടോർച്ചർ ചെയ്യുന്നുണ്ട്. അവനെ കൊല്ലാൻ തന്നെയാണ് പോകുന്നത്. ഇപ്പം ആണ് മുകളിൽ നിന്ന് ഒരു ഗോൾഡൻ ലൈറ്റ് വരുന്നതും അത് വരുന്നതുകൊണ്ട് ആരാണ് എന്ന് പറഞ്ഞ് യുഹാവിനോട്ടിട്ട് അതിനെ തടയാനായിട്ട് നോക്കുകയാണ്. അതിനെ ചുറ്റുമായിട്ട് മൂടി എന്നിട്ട് ചിരിക്കുന്നു. ആ ഗോൾഡൻ ലൈറ്റ് അതിലൂടെ വന്നിട്ട് ആ റൂട്ട് അല്ലെങ്കിൽ ആ വീരിലേക്ക് കണക്ട് ആയ രീതിയിൽ ഒരു ബ്ലൂ സിൽവർ പ്ലാന്റ് അത് ഉണ്ടാവുകയാണ്. നിർത്ത് ഇവളെ, നീ നിന്റെ ഡിവൈൻ ത്രോണ് തിരികെ തരാനായിട്ട് പറയുകയാണ് ടാങ്സൺ. നീ എന്തിനാണ് ഗോഡ്സ് ഓഫ് ലവിന്റെ ബോഡി യൂസ് ചെയ്ത് ഈ വേൾഡിനെ കാവോസ് ചെയ്യുന്നത്, ഐ മീൻ കെയോസ്. അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് സുപ്രീം കോടതി കിങ്ങു. ഞാൻ ഒട്ടും കരുതിയില്ല പേഴ്സണലി ആയിട്ട് ഇന്റർഫേസ് ചെയ്യാൻ വരുമെന്ന്. സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ 150 ലെവൽ എങ്ങനെ കാണും, എന്ത് കാരണമാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു ലുക്ക് മാത്രം. ഞാൻ ഇവനെ കൊല്ലാൻ തന്നെയാണ് പോകുന്നത്, നിനക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ്. അതിന് അസുരഗോഡിന്റെ ആ സോഡ് എടുത്തതേ ഉള്ളൂ. ആ പവർ പോലും ഡിസ്ട്രോയ് ആക്കാൻ പറ്റുന്ന അത്രയും കഴിയുന്ന രീതിയിലായിരുന്നു ഗോഡ്സ് ഓഫ് ലവിന്റെ ഇപ്പോഴത്തെ ഈവിളാണ്. അതുപോലെ 100 എണ്ണത്തെ ഒറ്റ സ്ട്രൈക്കിൽ കൊല്ലാൻ കഴിയും. എന്നാൽ ഈ മോർട്ടൽ വേൾഡിലേക്ക് ഡിവൈൻ ലോ പ്രകാരം നിനക്ക് ഒരു കാര്യത്തിലും ഇന്റർഫേസ് ചെയ്യാൻ കഴിയില്ല. നീ ഒരു ഗോഡാണ് എങ്കിൽ കൂടി ഡിവൈൻ ലോ എന്ന ബൗണ്ടിൽ നീ നിൽക്കുകയാണ്. എന്നാൽ ഞാൻ ഇപ്പോൾ ഗോഡ്സ് ഓഫ് ലോ അല്ല, പ്രതികാരം മാത്രം നിറഞ്ഞ ഒരു ഈവിൾ സ്പിരിറ്റാണ്. എനിക്ക് ഒരു ലോയും ഇല്ല എന്ന് പറഞ്ഞ് ചിരിക്കാണ്. യുഹാവ കേട്ടിട്ട് ഇത് കൂട്ടുകൾ തമ്മിലുള്ള പ്രശ്നമാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വാങ്ടോങ്ങിന് ഓർത്തിട്ട് ഇല്ല, എനിക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല, ഫ്രണ്ട്സിനെ കൊണ്ട് ഈ വാലിൽ നിന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ അവന് നേരെ അറ്റാക്ക് ചെയ്യുവാണ്. അത് തടഞ്ഞു പോകുന്നു. എന്നാൽ അതിൽ കാര്യമുണ്ടായില്ല. അവനെ പിടിച്ച് താഴേക്ക് കെട്ടി. എന്നാൽ ഷൂന് പുറത്ത് വന്നിട്ട് അത് തടയുകയാണ്. ഫ്രീസൊക്കെ ചെയ്ത് യുഗ അവനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവൻ അത് യൂസ് ചെയ്ത് മുകളിലേക്ക് കയറി പോകാൻ നോക്കുന്നു. അറ്റാക്ക് അതേസമയം ഒഴിഞ്ഞു മാറി. എന്നാൽ കഴിഞ്ഞില്ല. ഒരുപാട് ഈവിളായിട്ടുള്ള ആൾക്കാർ മേ ബി അതല്ല ലവേഴ്സിന് നഷ്ടമാകാൻ വേണ്ടി കൊന്നവരാകണം. അവർ യുഹോവനെ അറ്റാക്ക് ചെയ്ത്
അവനൊന്ന് ചെയ്യാനോ മാറാനോ കഴിഞ്ഞില്ല. അവിടെ നിന്ന് പയ്യെ കണ്ണടക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഫൈറ്റിൽ രണ്ടുപേരും തളർന്നു. ആ ഈവിൾ വന്നിട്ട് യുഹാവോ ഉടനെ മരിക്കും, നിങ്ങൾ ആരെങ്കിലും ജയിച്ചാൽ മാത്രമേ അവൻ ജീവിക്കൂ. വാങ്ഡോങ് അപ്പോൾ വാങ്ക്യൂറിനോട് നിർത്താൻ പറയുന്നു. ആ ഈവിളിനോട് ഇത് ശരിയല്ല, ലവ് അത് സെൽഫിഷ് അല്ല, പൊസസീവോ അല്ല, യഥാർത്ഥ ലവ് എന്താണെന്ന് നിനക്കറിയില്ല. ലവ് എന്നത് ലൈറ്റ് ഷാഡോ പോലെയാണ്, എന്നേക്കും അത് കൂടെ കാണും, അത് ബ്രോക്കൺ ആകാതെ വളരും. യുഹാവോന് വേണ്ടി ആരെങ്കിലും മരിക്കണമെങ്കിൽ അത് എനിക്ക് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞ അവളുടെ ആ സോൾ പോണ്. അതിൽ നിന്ന് പവർ എടുത്തിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ അവളുടെ ഹൃദയത്തിലേക്ക് ഇടിച്ച് അവൾ സാക്രിഫൈസ് ചെയ്യുവാണ്. ആ ഹാർട്ട് ബ്രോക്കൺ ഫ്ലവർ അതോടെ അതിന്റെ പവർ ഇല്ലാതെ യുഹാവോ നിന്നെ മരിക്കാനാ വീട്ടില്ല എന്ന് പറഞ്ഞ് വീഴുവാണ്. അവൾ ഒരുപാട് ബട്ടർഫ്ലൈ ആയിട്ട് മാറിപ്പോകുന്നു. അവിടുന്ന് പിന്നെ അത് ഡിസപ്പിയർ ആയി. വാങ്ക്യൂർ കണ്ട് ഒന്ന് റിയാക്ട് ചെയ്യാതെ ആയിപ്പോയി. അതിനുശേഷം യുഹാവനെ ട്രാപ്പാക്കി മരിക്കുന്ന അവസ്ഥയിലേക്ക് കിടക്കുന്ന അങ്ങോട്ടൊരു ബട്ടർഫ്ലൈ വന്ന് ഇരിക്കുകയാണ്. മറ്റൊരു പ്ലേസിൽ മയങ്ങി കിടക്കുന്ന യുഹാവന്റെ കണ്ണിൽ അവൾ വരുന്നതായിട്ട് അവന് തോന്നി. അവ കണ്ണു തുറക്കുമ്പോൾ അവളവിടെ വരികയാണ്. വാങ്ഡോ വന്നിട്ട് നിന്റെ പവറിൽ എനിക്ക് വിശ്വാസമുണ്ട്, നീ എല്ലാവരെയും പുറത്തു കൊണ്ടുപോകണം. അവനത് എങ്ങനെയാണ് ഗോഡ്സ് ഓഫ് ലവിന് ഇപ്പോൾ ഫീലിങ്സ് എന്താണെന്നോ ഒന്നുമില്ല, ലവ് എന്താണെന്നോ അറിയില്ല. അവളതിന് അത് ഗോഡ്സ് ഓഫ് ലവ് ആകില്ല. അവൻ മുൻപ് ആ ഈവിൾ പറഞ്ഞത് ഞാൻ ഗോഡ്സ് ഓഫ് ലവ് അല്ല, പ്രതികാരം മാത്രം പറഞ്ഞ ഈവിൾ സ്പിരിറ്റ് ആണ്. എനിക്ക് മനസ്സിലായി, ഗോഡ്സ് ഓഫ് ലവ് ഡെഡായി, ഇപ്പോൾ ഈവിൾ സ്പിരിറ്റ് ആ ബോഡിയിൽ ഇൻഫെക്റ്റ് ആയതാണ്. അതപ്പോൾ 100 ക്രീച്ചറാണ്, നെക്രോമൻസി അത് എഫക്റ്റ് ആകും. അപ്പോഴേക്കും വാങ്ഡോങ് അവിടെ നിന്ന് ഡിസപ്പറായി. പിന്നെ അവൻ നെക്രോമൻസറി പവർ അത് യൂസ് ചെയ്യണം. അതോടെ ആ പിടിച്ചതെല്ലാം ഇല്ലാതായി പുറത്തു വരുന്നു. എന്നിട്ട് ഒരു സ്പെല്ല് യൂസ് ചെയ്യുന്നുണ്ട്. ബേസിക് നെക്രോമൻസി ഒന്നും എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവനെ തടയാൻ വരുന്ന എല്ലാ ഈവളും ഇല്ലാതായി പോകുന്നു. അതുകൊണ്ട് ഷോക്ക്. അപ്പോഴാണ് ടാങ്സൻ യുഹാവനോട് നീ കറക്റ്റായിട്ട് ചെയ്തു, ഇനി നിങ്ങൾ വരേണ്ട സമയമാണ് എന്ന് പറഞ്ഞ് നെക്രോമൻസറിനെ വരുത്തുകയാണ്. അവർ മാസൻട്രിയോടെ യുഹാവോ നിന്റെ മാസ്റ്റർ വന്നു. നെക്രോമൻസറിനെ കണ്ട ഉടനെ നെക്രോമൻസറിനെ കണ്ട ഉടനെ അവിടെയുള്ള 100 ക്രീച്ചേഴ്സ് എല്ലാം റെസ്പെക്റ്റ്. കാരണം പീസ് കിട്ടാൻ വേണ്ടി ഗ്രിം റിപ്പറോ അല്ല, പവർ ഓഫ് ഗോഡ് അത് ഇങ്ങോട്ട് വരുന്നത് തടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാരാണ്? യുഹാവ ബ്ലൂ സിൽവർ പ്ലാനറ്റിന്റെ അടുത്തെത്തിയിട്ട് എന്നിട്ട് നെക്രോമൻസറായിട്ട് ചേരുകയാണ്. ആ പവർ എടുക്കുന്നു. ഞാനാണ് നാച്ചുറൽ ഡിസാസ്റ്റർ ഓഫ് 100 ആയ ഗോഡ് ഓഫ് നെക്രോമൻസി എന്ന് പറഞ്ഞ് വേറെ രൂപത്തിലേക്ക് മാറി. എന്നിട്ട് സോഡ് വെച്ച് ആ പ്ലാന്റ് അതിലേക്ക് കുത്തി ഇറക്കുകയാണ്. അതോടെ ആ പ്ലാന്റ് പോലെ ഉണ്ടായിരുന്ന മെയിൻ റൂട്ട് അത് ഇല്ലാതാവുകയാണ്. എന്നിട്ട് ഗേറ്റ് ഓഫ് 100 പ്ലെയിൻ എന്ന് പറഞ്ഞ് അത് ഓപ്പൺ ചെയ്യുന്നു. അതിലായിട്ട് കമാൻഡ് അതോടെ അവിടെ ഗേറ്റ് ഉണ്ടായി വരികയാണ്. അതിൽ നിന്ന് ഒരുപാട് 100 മാജിക്കിൽ വരുന്ന ക്രിയേച്ചേഴ്സ്, അതുപോലെ വേറെ വേറെ ഗേറ്റുകൾ, അതിൽ നിന്ന് ഒരുപാടധികം പേര്. ഇത് കണ്ടപ്പോൾ സോളോ ലെവലിങ്ങിൽ മറ്റേ ഷാഡോസ് വരുമല്ലേ, അതേപോലെ ഉണ്ട്. അവർ വന്നു നിന്ന് കൊല്ലാനായിട്ട് കമാൻഡ്. അതോടെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ക്രീച്ചേഴ്സും മറ്റേ ഈവിൾസിനെ കൊല്ലാനായിട്ട് പോവുകയാണ്. ആ പ്ലേസിൽ തന്നെ വലിയൊരു വാറ് തന്നെ നടക്കുന്നു. ഈ തിരുമോന ഉറുമ്പുകളെ ഗോഡിനെതിരെ വാറ് നടത്തണോ എന്ന് പറഞ്ഞ് ഈവിൾ പിന്നെയും പവർ യൂസ് ചെയ്യുന്നു. ആ പ്ലാന്റിൽ നിന്ന് അറ്റാക്ക് ചെയ്യണം. യുഹാവോ എന്നാൽ നേരെ വന്നിട്ട് അത് നെക്രോമൻസറായിട്ട് മെർജായിരിക്കുകയാണല്ലോ. വന്നൊരു അറ്റാക്ക്, അതിൽ മുറിവ് പറ്റി. പിന്നെന്താ അവർ തമ്മിലുള്ള ഫൈറ്റ്. കണക്കിന് യുഹാവോന്റെ അടി കിട്ടുന്നുണ്ട്. യുഹാവോന്റെ ബോഡിയിലുള്ള നെക്രോമൻസറാണ് ഫൈറ്റ് ചെയ്യുന്നത്. അത് കുറച്ച് എന്നിട്ട് സോഡ് കൊണ്ടുവന്ന് കുത്തിയിറക്കി താഴേക്ക് ഇട്ടു. ഒരുപാട് ഗേറ്റ് ചുറ്റുമായിട്ട് നിരത്തിയിട്ട് ഒരു ഫോർമേഷനുള്ളിൽ ട്രാപ്പാക്കി. എന്നിട്ട് ഒരു സ്പെല്ല് അത് യൂസ് ചെയ്യണം, നെക്രോമൻസി പ്യൂരിഫിക്കേഷൻ. അത് വെച്ച് ആ ഇവിളിനെ അറ്റാക്ക് ചെയ്തു, ഇല്ലാതാക്കി. അതോടെ ഒരു ലൈറ്റ് ആകാശത്തേക്ക് പോകുന്നുണ്ട്. യഥാർത്ഥ ഗോഡ് ഓഫ് ലവിന് പീസ് ലഭിക്കുകയാണ്. യുഹാവോ നന്ദി. പിന്നെ ഗോഡ് ഓഫ് നെക്രോമൻസിയും ഗോഡ് ഓഫ് ലവ് അവിടെ മരിക്കുകയാണ്. പീസായിട്ട് മാറുകയാണ്. ഇനി അവിടെ പുതിയ ഗോഡ് ഓഫ് ലവ് വരുമായിരിക്കാം. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കണക്ക്. ബൈ.